മോശം, എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. ആവറേജ്. ഒ ടി ടി മതി, തിയേറ്ററിന്റെ ആവശ്യമൊന്നുമില്ല. കുഴപ്പമില്ല, ഒ ടി ടിയുടെ ആവശ്യമുള്ളൂ, അല്ലാണ്ട് വലിയ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയല്ലേ, അപ്പൊ അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നാ പറയാനായിട്ട്. കോമഡി ഉദ്ദേശിച്ചോ, കുറെ ഒന്നും വർക്കൗട്ട് ആയില്ല, ഞാനൊക്കെ ഉറങ്ങിയൊക്കെ പോയി. നല്ല മൂവിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറെ കാലത്തിന് ശേഷം കുറച്ചുകൂടെ നല്ല ഹിന്ദി സിനിമയായിട്ട് തോന്നി. കണജയം എന്ന് പറഞ്ഞാൽ നമുക്കത് എന്താ പറയാ, റിയൽ ലൈഫിൽ നടക്കാത്ത കാര്യങ്ങളാണ് കാണിക്കുന്നത്. അത് പിന്നെ കണ്ടോണ്ടിരിക്കാം. ബോളിവുഡ് സിനിമയില്ലേ, അത്രയൊക്കെ പ്രതീക്ഷ ഉള്ള സ്ഥലം മാത്രമേ ഉള്ളൂ. എന്നാലും ബോറടിച്ചില്ല, കണ്ടോണ്ടിരിക്കാൻ പറ്റിയ സിനിമ. കോമഡി ഇഷ്ടം പോലെ കൊള്ളാം. നല്ല സിനിമ, നല്ല ഒരു 2.5 മണിക്കൂറുള്ള സിനിമ, വളരെ രസകരമായിട്ട് കാണാം. എന്ന് പറയുമ്പോൾ ഒരു ലാഗും ഇല്ല, നല്ല പാട്ട്, ഡാൻസ്, കഥ നല്ലത്, തമാശയുണ്ട്, സിറ്റുവേഷൻ കോമഡി ഉണ്ട്, എല്ലാം. പിന്നെ വിക്കി കൗശലും പിന്നെ തൃപ്തി ഡിംറി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പഞ്ചാബി ആക്ടർ, പുള്ളി പേരെനിക്കറിയില്ല, നായകൻ ആണ്. നല്ല നല്ല ഫിലിം, ഒരു ഫീൽ ഗുഡ് മൂവി, ഒരു ലാഗും ഇല്ലാതെ കണ്ടുകൊണ്ടിരിക്കുക. ഇല്ല, വളരെ നല്ല സിനിമ. എന്ന് പറയുമ്പോൾ സാധാരണ ഒരു ആൾ പ്രഗ്നൻ്റ് ആകുമ്പോൾ ഗുഡ് ന്യൂസ് എന്നല്ലേ പറയുന്നത്. ആ ഒരു പ്രഗ്നൻസിയാണ് എൻ്റെ കഥയുടെ വിഷയം. എന്ന് പറയുമ്പോൾ ഒരു ലേഡി ഗർഭിണിയാവുന്നു, ഇരട്ടക്കുട്ടികളെ പ്രഗ്നൻ്റ് ആവുന്നു. പക്ഷെ 2 കുട്ടികൾക്കും 2 അച്ഛന്മാരാണ്, മനസ്സിലായി. അപ്പോൾ ആ 2 അച്ഛന്മാരും കൂടെ അവരെ പ്രസവകാലം നോക്കുന്നതും അതിനെ കുറേ ഇമോഷണലി കണക്ട് ചെയ്ത് എടുത്തേക്കുന്ന സിനിമ. ചിരിക്കാനൊക്കെ ഉണ്ട് ഒരുപാട്. ആ കഥ അങ്ങനെ ആകുമ്പം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാറില്ല, ഒരുപാട് തമാശയും എല്ലാം. എന്ന് പറയുമ്പോൾ ഒരു ലാഗുമില്ല, നമുക്ക് പെട്ടെന്ന് ആ 2 മണിക്കൂർ 20 മിനിറ്റ് പോയതായിട്ട് തന്നെ തോന്നും. നല്ല ഫിലിം, ഒന്നുമില്ല, ഒരു ലാഗുമില്ല. നല്ല ആക്ടേഴ്സ് ആയാലും വിക്കി കൗശലായാലും തൃപ്തി ഡിംറി, നമ്മൾ അനിമൽ സിനിമയിലെ ഒരു ചെറിയ വേഷമാണ് അവർ ചെയ്യുന്നത്. ഇതിൽ ഒരു മുഴുനീള നായിക വേഷം. പിന്നെ ഒരു പഞ്ചാബി നടനും സിംഗറുമായിട്ടുള്ള പുള്ളിയും നായകനാണ്. രണ്ടുപേരാണ് നായകന്മാർ. അത് നന്നായിട്ട് നല്ല രസമായിട്ട് എടുത്തിട്ടുണ്ട് സിനിമ. പാട്ട്, ഡാൻസ് എല്ലാം, തമാശ എല്ലാം ഉണ്ട്.